ഈ ബംഗ്ലാദേശിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസിന് ഇപ്പോൾ മറ്റ് ഒരാവശ്യവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ഹസീനയെ ജയിലിൽ അടയ്ക്കണമെന്നാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം നടക്കുമോ? എവിടെ നടക്കാൻ? അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? അദ്ദേഹം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ല. ഒരവകാശവും അദ്ദേഹത്തിനില്ല. ഇനി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല. കാരണം 1% വോട്ട് പോലും ഈ മനുഷ്യന് കിട്ടുമോ എന്നുള്ളത് സംശയം. ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെല്ലാം അങ്ങ് പൂർണ്ണമായി തന്നെ പിന്തുണ നൽകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ കയ്യിലല്ല ഭരണം ഇരിക്കുന്നത്. അവരുടെ കയ്യിൽ ആയുധം ഇരിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് അവർ 1%, 2% കൂടുതൽ കാണില്ല. ബംഗ്ലാദേശികൾക്ക് ഇങ്ങനെ ഇയാളെ വെച്ചുകൊണ്ടിരിക്കണമെന്നൊരു താല്പര്യം. എല്ലാവരും ഭീകരവാദികളൊന്നും അല്ല. അവിടെ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാർ മാത്രം ഒരു പള്ളി ഭരണം. അങ്ങനെയാണല്ലോ മിക്ക ഈ ദൈവിക രാഷ്ട്രങ്ങൾ, ദൈവഭരണം തിയോക്രാറ്റിക് നേഷൻസിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇറാനിലും അത് തന്നെ. ജനങ്ങൾ അവിടെ അയത്തുള്ള കൊമേനിയെ എതിർക്കുന്ന ഒരാളിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹം വളരെ ലിബറലായിട്ടുള്ള ആളാണ്. നമ്മളത് മനസ്സിലാക്കണം. പിന്നെ ഇദ്ദേഹം ദൈവത്തിൻ്റെ ആളാണെന്ന് അദ്ദേഹത്തിന് വെളിപാട് തോന്നി അദ്ദേഹം കയറിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇസ്ലാമിക് കൗൺസിൽ ആണ് തിരഞ്ഞെടുക്കുന്നത്, ജനങ്ങളല്ല അവരെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ അമേരിക്കയുടെ ഒരു സെലക്ഷനാണ്, ജോ ബൈഡൻ്റെ ഒരു സെലക്ഷനാണ് ഇദ്ദേഹം എന്നതിനപ്പുറം ഒരു ലെജിറ്റിമസിയും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് അവിടെ. ഇപ്പോൾ എന്താ സംഭവം നടന്നത്? ഇന്ത്യയിൽ അഭയം കൊടുത്ത ആളാണ് ഷെയ്ഖ് ഹസീന. അവരവിടെ ഇരുന്നു കൊണ്ടൊരു പ്രസ്താവന നടത്തി. എന്താ പ്രസ്താവന? അവിടെ ബംഗ്ലാദേശിൽ ലെജിറ്റിമേറ്റായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം എന്നൊരു പ്രസ്താവന. അത് ഇദ്ദേഹത്തിന് കൊണ്ടു. കാരണം ഈസ് നോട്ട് എ ലെജിറ്റിമേറ്റ് പ്രൈം മിനിസ്റ്റർ. ബംഗ്ലാദേശിനെ നിലനിൽക്കാൻ ബംഗ്ലാദേശിൻ്റെ ഭരണഘടന അനുസരിച്ച് പോലും അവകാശമില്ലാത്ത ഒരു അമേരിക്കയുടെ ഒരു പാവയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഇതുവരെ വന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇത്രയും നാളിരുന്നില്ലേ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അദ്ദേഹം അധികാരത്തിൻ്റെ സുഖം പിടിച്ചങ്ങിരിക്കുകയാണ്. അതാണ് ജമായത്ത് ഇസ്ലാമിൻ്റെ സപ്പോർട്ടില്ല. അതാണ് ഇദ്ദേഹം നൊബേൽ സമ്മാനം വാങ്ങിച്ചത്. ഈ ജനങ്ങളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചതിൻ്റെ യാതൊരു തെളിവും അല്ലാതെ അദ്ദേഹം എന്തോ ഗ്രാമീണമായിട്ട് പട്ടിണി കിടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബശ്രീ അതുപോലൊന്ന് ചെയ്തു. അങ്ങനെയാണെങ്കിൽ തോമസ് ഐസക്കിനും ശരിക്കും ഈ നൊബേൽ സമ്മാനം കിട്ടേണ്ടതാണ് വാസ്തവത്തിൽ. അത്രയേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. അവിടുത്തെ തോമസ് ഐസക്കാണ് ഇദ്ദേഹം എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു ലെജിറ്റിമസി ഇല്ല. എന്നാൽ പിന്നെ തോമസ് ഐസക്കിനെ ഒരു ദിവസം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. ആരെങ്കിലും സമ്മതിക്കുമോ? അത് ഒറ്റ മനുഷ്യൻ പത്തനംതിട്ട പോലും തോറ്റുപോയൊരു മനുഷ്യനെ, പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ തോറ്റുപോയ മനുഷ്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അതുപോലെ ഉള്ളൂ ഈ മുഹമ്മദ് യൂനിസ്. വ്യക്തമാവാൻ വേണ്ടി പറയുകയാണ്, ലളിതമായ ഉദാഹരണം പറഞ്ഞതാണ്. അത്രേ ഉള്ളൂ. ലെജിറ്റിമസി ഇല്ലാത്ത ആൾ അവിടെ ഇരുന്നും കൊണ്ട് എന്നിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലൊരു സംഭവം. അപ്പോൾ നരേന്ദ്രമോദി തൽക്കാലം ബംഗ്ലാദേശിലോട്ട് പോയി അഭയാർത്ഥിയായിട്ട് പോയി എന്ന് വയ്ക്കുക. നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പോൾ തോമസ് ഐസക്ക് ഇവിടെ ഇരുന്നുണ്ട്, അറസ്റ്റ് ചെയ്യൂ, അവനെ അറസ്റ്റ് ചെയ്തെൻ്റെ മുമ്പിൽ ഹാജരാക്കൂ. ഇവിടെ ജനങ്ങളുടെ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന ആളിനെ അങ്ങനെ എന്ന് പറയുന്ന പോലാണ് ഷെയ്ഖ് ഹസീനയെ ഇപ്പോൾ കൊണ്ടുവരൂ ഇങ്ങോട്ട് എൻ്റെ മുമ്പിൽ. എന്തിനായതെന്നറിയാമോ? പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ആ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാഷ്ട്രങ്ങളിൽ ഇത് ചെയ്യുന്നതെന്ന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. ഇവരെ തലവെട്ടിയാൻ കൊല്ലും. ഇതാണ് സംഭവം. നമ്മൾ കണ്ടല്ലോ, ഭൂട്ടോയെ കൊന്നത് കണ്ടില്ലേ? ബേനസീറിനെ ചതിയിലൂടെ കൊന്നത് കണ്ടില്ലേ? ബേനസീർ ഭൂട്ടോയെ. ഇതാണ് അവരുടെ പരിപാടി, അവരുടെ ജനാധിപത്യം ഇതാണ്. അങ്ങനെ കൊന്നാൽ പിന്നെ ഷെയ്ഖ് ഹസീന ഇതിനിടയ്ക്ക് ഇന്ത്യയിൽ നിന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടല്ലോ, ഈ അവാമി ലീഗ് പ്രവർത്തകർ അവിടെ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കണം, സമരം ആരംഭിക്കണമെന്ന്. അതിന് പിന്നാലെ അവരെ വീട് തന്നെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. അവരുടെ വീട് മാത്രമല്ല, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ തകർത്തു, വീട് തകർത്തു, നശിപ്പിച്ച് കത്തിച്ചു കളഞ്ഞു. ഇവിടെ നമ്മൾ ഈ ഏതെങ്കിലും ഭ്രാന്തന്മാർ ഗാന്ധിയുടെ പ്രതിമ തകർക്കുമ്പോൾ ഈ നരേന്ദ്രമോദിയെ കുറ്റം പറയും, BJP കുറ്റം പറയും. അവരുടെ എന്താ പറയുന്ന പ്ലാൻഡായിട്ടുള്ളൊരു ആക്ഷനാണിത്, ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണിതെന്നൊക്കെ പറയും. അവിടെ ഇത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ക്ഷേത്രങ്ങൾ മാത്രമല്ല, അവിടുത്തെ രാഷ്ട്രപിതാവിനെയും അവരെ. എന്നിട്ട് സർക്കാർ എന്തുകൊണ്ടാണ് ഇതിനൊരു അടിയന്തരമായി ഇടപെടാത്തത്? ക്രമസമാധാനം പാലിക്കണമെന്നത് ഒരു സർക്കാരിൻ്റെ ചുമതല കൂടിയാണല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഴുത്തിന് മുകളിൽ തല കാണില്ല മുഹമ്മദ് യൂനിസ്. തൽക്കാലം തനിക്ക് ഇപ്പം പുലിവാല് പിടിച്ചിരിക്കുകയാവില്ലേ ഒരു വിധത്തിൽ. കാരണം എതിർത്ത് ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ജമായത്ത് ഇസ്ലാമിക്കെതിരായിട്ട് ഒരു അക്ഷരം ശബ്ദിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് വാലയിലാണ് പിടിച്ചിരിക്കുന്നത്. തല കൊണ്ടൊരു പല്ലുകൊണ്ടൊരു കടിയും കടിക്കും. പിന്നെ മുഹമ്മദ് യൂനിസ് കാണില്ല. അപ്പോൾ ആ പുലിപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുക. മണികണ്ഠനായിട്ടല്ല ഇരിക്കുന്നത്, പേടിച്ചിരിക്കുകയാണത്.
അത്ര പേടിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഇങ്ങനെ പറയണമെന്നിപ്പോൾ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പാലിച്ചേ പറ്റൂ. കാരണം കഴുത്തിന് പിന്നിൽ തോക്കുമായിട്ട് ഭീകരൻ നിൽക്കുന്ന പോലൊരു അവസ്ഥയിലാണ് ഈ നൊബേൽ സമ്മാനം, ദയനീയമായ അവസ്ഥയിലാണ് ഈ നൊബേൽ സമ്മാന ജേതാവ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ചുണയുണ്ടെങ്കിൽ, ഇത്രേ ഞാൻ പറയുന്നുള്ളൂ, മുഹമ്മദ് യൂനിസെ നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി നോക്കുക. ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്, ഡൽഹിയിൽ തന്നെ ഉണ്ട്. ചുണയുണ്ടോ നിങ്ങൾ കൊണ്ടുപോകാൻ ചോദിക്കുകയാണ്. നോക്കൂ, പാകിസ്ഥാൻ്റെ സഹായം കൂടെ തേടൂ, വെല്ലുവിളിക്കും, ചുണയുണ്ടോ നിങ്ങൾക്ക്. ഇതിനേക്കാളിലും തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാളിനെ നമുക്ക് അഭയം കൊടുത്തു വർഷങ്ങൾക്ക് മുമ്പ്, നെഹ്റുവിൻ്റെ കാലത്ത്. ആരായിരുന്നു അത്? ദലൈ ലാമ. ഇപ്പോഴും കൊണ്ട് ധർമ്മശാലയിൽ, ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ അദ്ദേഹം സസുഖമായിരുന്നു. ഇന്ത്യയേക്കാൾ ശക്തിയുള്ള രാജ്യമാണെന്ന് തെളിയിച്ച രാജ്യമാണ് ചൈന നെഹ്റുവിൻ്റെ കാലത്ത്. കേരളത്തോളം പ്രദേശം അല്ല, ഇന്ത്യയുടെ ശക്തി ബംഗ്ലാദേശ് തിരിച്ചറിയുന്നുണ്ടോ, അങ്ങനെ ഒരു സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ അനാവശ്യ പ്രതികരണങ്ങളെല്ലാം ഉണ്ടാകുന്ന, ഇന്ത്യ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ പല പ്രതികരണങ്ങൾ. ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ തങ്ങളുടെ ഭാഗമാണ്, അതോടൊപ്പം തന്നെ ഇന്ത്യ മുള്ളുവേലി കെട്ടാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കുന്നു. ഇന്ത്യ അവസാന ഘട്ടത്തിൽ പ്രതികരിക്കുമോ? പ്രതികരിക്കുകയല്ല, ഇന്ത്യ ഇങ്ങനെ ഇതുപോലൊന്നും ഈ വായാടി വിപ്ലവം നടത്താറില്ല. ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്തിരിക്കും. ഇപ്പം തന്നെ നടക്കുന്നുണ്ട്, ചെയ്തല്ലൊക്കെ നടക്കുന്നുണ്ട്. പറയാം, അതിലേക്ക് വരാം. ഈ ദലൈലാമയെ ചുണയുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോണ്ട് പോകാമോ? കുറച്ച് പേരേ ഉള്ളല്ലോ, അദ്ദേഹത്തിന് അംഗരക്ഷകരും ഇല്ല, സൈന്യവും ഇല്ല. പോപ്പിനുള്ളതുപോലെ, വത്തിക്കാനിലെ പോപ്പിനുള്ളതുപോലെ സ്വിസ് ഗാർഡ്സും ഇല്ല അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. നല്ല പരിശീലനം സിദ്ധിച്ച സ്വിസ് ഗാർഡുകളുണ്ട് അത് പോപ്പിനെ സംരക്ഷിക്കും. ഇവിടെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം ധർമ്മശാലയിൽ ഇങ്ങനെ ഒരു മുണ്ടും ചുറ്റി നടക്കുന്നുണ്ട്. ചുണയുണ്ടോ? ചൈനയ്ക്ക് വന്ന് പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്താ പിടിക്കാത്തത്? പിടിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. അദ്ദേഹം അവിടെ സന്യാസ തുല്യമായ ജീവിതം നയിക്കുകയാണ്. അദ്ദേഹത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ശക്തിയില്ലാഞ്ഞല്ല, പിടിച്ചു കഴിഞ്ഞാൽ ചൈന വിവരം അറിയും. അതുകൊണ്ട് തന്നെയാണ് എന്നാൽ നിങ്ങൾ ഷെയ്ഖ് ഹസീനെ പറഞ്ഞിരിക്കുന്നത്, ഇന്റർപോളിനോടാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെ പിടിച്ച് കെട്ടിക്കൊണ്ട് അവിടെ ചെല്ലാൻ. ഷെയ്ഖ് ഹസീനെ ഇന്റർപോളിന് ഉണ്ടോ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താൻ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ? ഇതൊക്കെ ചുമ്മാ വെടിവായുത്തം പറയുകയാണെന്നേ, അല്ല ഒന്നുമല്ല. സാങ്കോ പാൻസ എന്ന് പറഞ്ഞൊരു കഥ. അവരെ ഒന്ന് ഇളക്കാനായിരിക്കാം അവിടുത്തെ ജനങ്ങളെ ഉണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയിലൊന്ന് സുഖിപ്പിച്ച് മുന്നോട്ട് പോകാം കുറച്ച് നാൾ. അതല്ല, മുഹമ്മദ് യൂനിസിൻ്റെ പുറകിൽ തോക്കും കത്തിയും പിടിച്ചുകൊണ്ടുണ്ട്. പറയടാ, ഇങ്ങനെ പറയടാ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എടാ ഇത് വായിക്കടാ. ഇതാണ് നടക്കുന്ന നാടകം അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ പാവം മനുഷ്യൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയാൽ മതി. ഇയാൾക്ക് അതിന് ഉള്ള കഴിവും ഇല്ല, ഒന്നുമില്ല. ജമാഅത്തിയെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്ത ആളിന് പിന്നെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ ചുണയുണ്ടെങ്കിൽ കൊണ്ടുപോകും. ഇത് മാത്രമേ ഉള്ളൂ, ചുണയുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും. അഭയാർത്ഥികൾ ധാരാളം വരുന്നുണ്ടല്ലോ. ആ അഭയാർത്ഥികളുടെ വേഷത്തിൽ ഭീകരന്മാരെ അയച്ചൊന്ന് നോക്കൂ നിങ്ങൾ, അങ്ങനെ ചെയ്തു നോക്കൂ. അപ്പോൾ ഇവരറിയാം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം സൃഷ്ടിച്ചത് ഇന്ത്യയാണ്. പിന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ രാഷ്ട്രം ഉണ്ടല്ലോ, ഭൂപടത്തിൽ കാണില്ല. ഭൂപടത്തിൽ നിന്ന് അത് നീക്കം ചെയ്യപ്പെടും. അതിനപ്പുറം വേറെ ഒന്നും സംഭവിക്കില്ല. ഇത്രേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ചുമ്മാ വെടിവായത്തം പറയുകയാണ്. ഇൻ്റർപോൾ വിചാരിച്ചാലും ഏത് പോള് വിചാരിച്ചാലും ശരി, ഇനി ഇന്ത്യയിൽ നിന്ന് അവരെ കൊണ്ടുപോകാൻ സാധ്യമല്ല. അവർക്ക് ഇഷ്ടമുള്ള സമയം വരെ ഇവിടെ ഇരിക്കും. ലജ്ജയുടെ എഴുതിയ തസ്ലീമ നസ്രീൻ്റെ കാലത്തിൽ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. അവിടെ ഒരു അബദ്ധം പറ്റി, അവർക്ക് അഭയം കൊടുക്കേണ്ടതായിരുന്നു. ഭീകരന്മാരെ പേടിച്ച് നമ്മളത് കൊടുക്കാതിരുന്നു. ആ ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തമാണ് ഇതുവഴി നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.